അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പയറിങ് ക്വാണ്ടിറ്റീസ്. നമ്മൾ ആദ്യം നോക്കിയ പെർസെൻറ്റേജ് കഴിഞ്ഞിട്ട് പെർസെൻറ്റേജ് ഫ്രാക്ഷനിലോട്ട് മാറ്റുന്നതും പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റുന്നതും പെർസെൻറ്റേജിനെ ഡെസിമലിലോട്ട് മാറ്റുന്നതും ഡെസിമലിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റുന്നതും ഫ്രാക്ഷനെ പെർസെൻറ്റേജിലോട്ട് മാറ്റുന്നതും ഒക്കെയാണ് നമ്മളിപ്പോൾ ആദ്യം നോക്കിയത്. ഇനി അതിൻ്റെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണതാണ് നമ്മൾ രണ്ടാമത്തെ പാർട്ടിലോട്ട് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് പറഞ്ഞാൽ ഫൈൻഡ് 50% ഓഫ് 250. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ടെസ്റ്റ് എക്സസൈസ് തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആദ്യത്തെ ദിവസം നമുക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, 50% ഓഫ് 250 എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഫുൾ കാര്യമുണ്ട്. ഇതിൽ ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു 1/100 ആണെന്ന് പഠിച്ചു. ഓഫ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിൽ ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പം അത് നമ്മൾ മാറ്റി കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആൻസർ ആവും. എന്ന് പറഞ്ഞാൽ 50 × 1/100. അതിന് നമുക്ക് എന്ത് ചെയ്താം, 50/100 എന്ന് എഴുതാം. എന്നിട്ട് ഇവിടെ ഓഫിന് പകരം എന്ത് കൊടുക്കാം, മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കാം. ഓഫ് 250 250 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ പോകും. 2 0 ക്യാൻസൽ ആയിപ്പോയി. 10 15 എത്ര വന്നു, 3 2 വന്നു, 3 2 വന്നു. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര വരും, 75 എന്ന് വരും. 25 × 3 75 ആണ്, 2 അതാണ് ആൻസർ. ഇതിനെ കുറച്ചും കൂടെ ഇതിലാക്കണമെങ്കിൽ 25 വരുമ്പോൾ 3 ടൈംസ് ഇവിടെ 1 റിമൈൻഡർ വരും. 15 എത്ര പ്രാവശ്യം, 15 7 പ്രാവശ്യം പോയിന്റ് എത്ര വരും, റിമൈൻഡർ 1 വരും, 0 വരും, 5 37.5% എന്ന് കിട്ടും. 37.5 എന്ന് കിട്ടും. അത് 50% ഓഫ് 250. 250യുടെ 15% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 37.5 ആണ്. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് 37.5 കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തേ, ഈ തന്നേക്കണേനെ തന്നെ കറക്റ്റായിട്ട് വേർഡ്സിനെ മാറ്റി മാത്തമാറ്റിക്സിലോട്ട് മാറ്റിയപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ 1% ഓഫ് 1 അവർ. 1 അവറിന്റെ പെർസെൻറ്റേജ് ആണ്. നമുക്ക് 1 അവറിന്റെ പെർസെൻറ്റേജ് പല രീതിയിൽ ചെയ്യാം. അതായത് ഇവിടെ യൂണിറ്റ് തന്നിട്ടുള്ളതാണ് പല രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ 1% എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം 1/100 എന്ന് എഴുതാം. ഇൻറ്റു 1 അവർ. 1 തന്നെ കൊടുത്താൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, 1 അപ്പോൾ നമുക്ക് ഇതിൻ്റെ 1 × 1 1 തന്നെ 1/100 എന്ന് കിട്ടും. 1/100 എന്ന് പറഞ്ഞാൽ 0.01 ആണ്. 0.01 ആണ് എന്ത് കിട്ടുന്നത്, 0.01 അവർ ആണ് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. 1% ഓഫ് 1 അവർ എന്ന് പറഞ്ഞാൽ 0.01 അവർ ആണ്. ഇനി ഇതിനെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ആയിട്ട് 1/100 എന്ത് ചെയ്തു, ഈ 1% എന്താക്കി, 1/100 ആക്കി. ഇൻറ്റു ഇവിടെ 1 അവറിന്റെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കുവാണ്, 60 സെക്കൻഡ്സ് 60 മിനിറ്റ് കൊടുക്കുവാണ്. 1 അവറിന് പകരം 1 അവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 അവർ ഈക്വൽ ടു 60 സെക്കൻഡ് 60 മിനിറ്റ് ആണ്. അപ്പം 1 അവറിന് പകരം ഞാൻ എന്ത് കൊടുത്തു, 60 മിനിറ്റ് കൊടുത്തു. 60 മിനിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, 6/10 എന്നായിരിക്കും. 6/10 എന്ന് പറഞ്ഞാൽ 6/10 എന്ന് കിട്ടും. അപ്പൊ ആൻസർ 0.6 മിനിറ്റ് എന്ന് കിട്ടും. 0.6 മിനിറ്റ് എന്ന് കിട്ടും. ഇനി നമ്മൾ കുറച്ചും കൂടെ, ഇത് രണ്ടും ഇപ്പൊ ഡെസിമലിന്റെ ആൻസർ ആണ്. ഇനി അത് 2 ഡെസിമലിന്റെ ആൻസർ ഒന്നും വേണ്ട എന്നാണെങ്കിൽ 1/100 തന്നെ വീണ്ടും എടുക്കാം. അപ്പൊ നമ്മളിപ്പോൾ എന്തായി, ഈ അവറിനെ, ഇവിടെ അവറാണ്, അവറിനെ എന്താക്കി, മിനിറ്റ് ആക്കി. ഈ മിനിറ്റിനെ എന്താക്കാം, നമുക്ക് വീണ്ടും വേണമെങ്കിൽ സെക്കൻഡിലോട്ട് വരാം. അപ്പോൾ 1 അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. ആ സെക്കൻഡ് ആവണമെങ്കിൽ എന്താവും, വീണ്ടും ഒരു 60 കൂടെ വന്നാൽ എന്താവും, 3600 സെക്കൻഡ് എന്നാവും. അത് മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്താൽ വീണ്ടും ഒരു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, 60 × 60 തന്നെ എഴുതുവാണെങ്കിൽ 60 × 60 സെക്കൻഡ്സ് എന്നാവും. അതായത് 1 അവറിനെ മിനിറ്റ് ആക്കാൻ എത്ര 60 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, വീണ്ടും മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ അവറിനെ മിനിറ്റ് ആക്കാൻ സെക്കൻഡിലോട്ട് ആക്കാൻ നമുക്ക് ഡയറക്റ്റ് 60 × 60 3600 കൊണ്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ 2 0 ക്യാൻസൽ ആയി പോവും. ബാക്കി 6 × 6 എന്ന് കിട്ടും. 6 × 6 നമുക്കറിയാം 36 ആണ്. അപ്പൊ 36 എന്ത് കിട്ടും, സെക്കൻഡ്സ് എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ 3 ഉത്തരം കിട്ടി. ഒരു ഉത്തരം അവറിൽ കിട്ടി, അവറിലാകുമ്പോൾ 0.01 അവർ എന്ന് കിട്ടി. അതേപോലെ മിനിറ്റിലായപ്പോൾ 0.6 മിനിറ്റ് എന്ന് കിട്ടി. സെക്കൻഡിലായപ്പോൾ എന്ത് കിട്ടി, 36 സെക്കൻഡ് എന്ന് കിട്ടി. അപ്പൊ ഈ ഒരു ക്വസ്റ്റിൽ തന്നെ നമുക്ക് ഇതേപോലെ
3 രീതിയിലും ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ 20% ഓഫ് റുപ്പീസ് 250 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന് സെയിം പരിപാടി തന്നെ. 20% മാറ്റം ബൈ 100 ഇൻറ്റു ഓഫിന് പോയാൽ എന്തായി ഇൻറ്റു ആയി റുപ്പീസ് എന്ത് കിട്ടി 2500. ഇത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ 2 പൂജ്യം, ഇവിടുത്തെ 2 പൂജ്യം ക്യാൻസൽ ആയി പോകും. അപ്പൊ 20 ഇൻറ്റു 25 എന്ന് വരും. 2 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 50 എന്ന് കിട്ടും. ഒരു പൂജ്യം കൂടെ ഇട്ട് കൊടുത്താൽ 500 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? യൂണിറ്റ് എഴുതണം. യൂണിറ്റ് എന്താണ്? റുപ്പീസ് ആണ്. അപ്പൊ നമ്മളെ സീൻ്റെ ആൻസർ കിട്ടി. നമുക്ക് എന്ത് കിട്ടി? റുപ്പീസ് 500 എന്ന് കിട്ടി. ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് ചെയ്യാനുള്ളത്. ഇതില് ഓഫിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുന്നു. പെർസെൻറ്റേജിന് പകരം 1/100 കൊടുക്കുന്നു. ഇത് വെച്ചാണ് ഈ ക്വസ്റ്റ്യൻ ഫുൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇനി അതേപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ് 75% ഓഫ് 1 kg. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 75/100 ഇൻറ്റു കൊടുക്കാം 1 kg. 1 kg എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഇത് തമ്മിൽ ഇനി നമുക്ക് എന്തേ ഉള്ളൂ? 75. അപ്പൊ ഇതിന്റെ ആൻസർ എന്തെന്ന് കിട്ടും? ഇവിടെ എന്തെന്ന് കിട്ടും? 75/100 എന്ന് വരും. 75/100 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 0.75 kg എന്ന് കിട്ടും. നമുക്ക് എന്തെന്ന് കിട്ടി? കിലോഗ്രാമിൽ നമുക്ക് എന്തെന്ന് കിട്ടി? 0.75 കിലോഗ്രാം എന്ന് കിട്ടി. 75% ഓഫ് 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? 0.75 kg എന്നാണ് കിട്ടുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് ഗ്രാമിലും കൂടെ ചെയ്ത് നോക്കാം. അപ്പൊ 75/100 ഇൻറ്റു 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ്. അപ്പോൾ ഇവിടെ കിലോഗ്രാമിന് പകരം ഞാൻ എന്ത് എഴുതി കൊടുക്കണം? 1000 ഗ്രാം എന്ന് എഴുതണം. ഇവിടെ എന്ത് ചെയ്യും? 2 പൂജ്യം, ഈ 2 പൂജ്യം കട്ടായിപ്പോൾ ബാക്കി എത്ര കിട്ടും? 750 ഗ്രാം എന്ന് കിട്ടും. അപ്പം എന്തെന്ന് കിട്ടി? ഗ്രാമിലാണെങ്കിൽ 750 ഗ്രാം എന്ന് കിട്ടി, കിലോഗ്രാമിലാണെങ്കിൽ 0.75 കിലോഗ്രാം എന്ന് കിട്ടി. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഏറ്റവും എളുപ്പമുള്ള ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചെയ്ത പോലത്തെ തന്നെയാണ്. ഇതിൽ ചെറിയൊരു വ്യത്യാസമേ വരത്തുള്ളൂ. ഇവിടെ ആദ്യത്തെ ദിവസം നമുക്ക് നോക്കാം. 5% ഓഫ് ഇറ്റ് ഈസ് 600 എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ 5% ഓഫ് 600 കണ്ടുപിടിക്കുകയാണ് നമ്മളത് ചോദിച്ചെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞത്? 5% ഓഫ് ഇറ്റ് ഈസ് 600 എന്നാണ് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് ചെയ്താൽ 5% മാറ്റുമ്പോൾ എന്ത് വരും? 100 എന്ന് വരും. ഓഫ് ഇൻറ്റു ഇറ്റ്. ഈ ഇറ്റ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അവിടെ ഇറ്റിന് പകരം നമ്മൾ എന്തെന്ന് കൊടുക്കും? എക്സ് എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കും. ഈ ഈസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഈസ് ഈക്വൽ ടു ആണ് 600. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ക്വസ്റ്റ്യൻ അല്ല. നേരത്തെ കണ്ടതിൽ എന്താണ്? നമ്മൾ ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടത്തെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ടോട്ടൽ എത്രയാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ടോട്ടൽ നമുക്ക് തന്നിട്ടില്ല. നമുക്ക് അതിന്റെ പാർട്ട് എത്രയാണെന്നാണ് തന്നിങ്ങനെ. അതായത് പെർസെൻറ്റേജിന്റെ പാർട്ട് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് താ കിടക്കുന്നത്. ഈ ടോട്ടലിന്റെ 5% ആണ് 600 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ടോട്ടലാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? ഇതിൽ കണ്ടുപിടിക്കാനുള്ളത്. കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ എക്സ് അവിടെ തന്നെ ഇട്ടിട്ട് തിരിച്ചു വരും. 600 മാറ്റമില്ല. ഇതിനെന്ത് ചെയ്യും? അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ നേരെ ഇപ്പുറത്ത് പോകും. ഇവിടെ ഡിവൈഡ് ആണ്. അപ്പൊ ഇത് ഇവിടെ എത്തുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. 600 ഇൻറ്റു 100 എന്ന് വരും. ഈ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ പോകുമ്പോൾ എന്തായി മാറും? ഡിവൈഡ് ആയി മാറും. ബൈ 5 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ആൻസർ. അപ്പൊ ഇത് നമുക്ക് ചെയ്യുമ്പോൾ എത്ര ആൻസർ എന്ന് കിട്ടും? ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ 0.000/5 എന്ന് എഴുതാം. ഇത് 2 പ്രാവശ്യം എത്ര വരും? റിമൈൻഡർ 1 വരും. 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 2 ഇവിടെ ഇത്രയും കട്ടായി. ബാക്കി എത്ര പൂജ്യം ഉണ്ട്? 3 പൂജ്യം. 0.000. ഇതാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് കിട്ടിയത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എന്ത് മാറ്റം വന്നു? ഓഫ് ഇറ്റ് ഈസ് എന്നാണ് നമുക്കിവിടെ. നേരത്തെ ഓഫ് ഇത് എത്രയോ പെർസെൻറ്റേജ് ഓഫ് ഈസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്.
ഇവിടെ ഉള്ളത് 5% ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഹോൾ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഹോൾ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ടോട്ടലാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി അതിന്റെ പെർസെൻറ്റേജിന്റെ റെസിപ്രോക്കൽ എടുത്ത് അപ്പുറത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത് പോലെ തന്നെയാണ്. യൂണിറ്റ് വരുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നും അതിന് പല രീതിയിൽ ചെയ്യാം. ഓരോ യൂണിറ്റിൽ വെച്ചും ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്തെടുക്കാം. സംഭവം ഇത്രയാണ് ഉള്ളത്. എന്താ 12, അടുത്തത് നമുക്ക് 12% മാറ്റുമ്പോൾ ബൈ 100 ഓഫ് ഇറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്രയാണ്? റുപ്പീസ് 1080 രൂപയാണ്. അപ്പോൾ എക്സ് എത്രയായിരിക്കും? 1080 ഇൻറ്റു 100/12. ഇവിടെ വേറെ കട്ട് ചെയ്യാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് അറിയാൻ പറ്റും? അപ്പം നമുക്ക് ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ എന്തില്ല, വേറെ ഒന്നും കട്ട് ചെയ്യാനില്ല. ഇവിടെ വേറെ 12ന് വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പൊ നമുക്ക് ഇതെന്താ, ഇതിൽ തന്നെ ഡിവിസിബിൾ ആണോ എന്നാണ് അത് നോക്കാൻ പോകുന്നത്. 108 12 ഡിവിസിബിൾ ആവോ നോക്കാനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കാം. 12 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 120 ആണ്. ഈ 120ക്ക് അടുത്ത് വരുന്ന നമ്പറാണ് 108. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഞാൻ ഇതിൽ നിന്ന് ആദ്യം തന്നെ 12 മൈനസ് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 108 എന്ന് കിട്ടി. ഇങ്ങനെ വേണമെങ്കിൽ നോക്കാം. ഞാനിപ്പോൾ ഇത് ആദ്യമേ 10 എടുത്തത് ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ, ഇവിടെ 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. 10 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ 12 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 120 ആണ്. അപ്പോൾ ഡിവിസിബിൾ ആവുമെങ്കിൽ അതിനടുത്തുള്ള ഒരു വാല്യൂ ആയിരിക്കും 108. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 1 മൈനസ് ചെയ്ത് നോക്കി. അപ്പോൾ 1 മൈനസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വീണ്ടും ഒരു 12 അടുത്ത് വരുന്ന നമ്പർ ആണെങ്കിൽ ഒന്നും കൂടെ മൈനസ് ചെയ്ത് നോക്കാം. ഇതിപ്പം ഫസ്റ്റ് മൈനസ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ആൻസർ കിട്ടി. എത്ര കിട്ടി? ഇവിടെ 9 എന്ന് കിട്ടി. ഇവിടെ ഒരു 0 കൂടെ ഉണ്ട്. അപ്പോൾ എന്താ? 90 എന്നാണ്. അപ്പോൾ 12 90 പ്രാവശ്യം പോകുമെങ്കിൽ ആൻസർ എത്ര ആയിരിക്കും? 9000 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 40% ഓഫ് ഇറ്റ് ഈസ് എത്രയാണ്? 500. അപ്പോൾ 40% ഓഫ് ഇറ്റ് ഈസ് 500 എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. നമുക്ക് അതിനെങ്ങനെ ചെയ്യാം? ഇത്രയും നേരം ചെയ്തതുപോലെ തന്നെ പെർസെൻറ്റേജ് മാറ്റി എന്ത് ചെയ്താൽ മതി? 40/100 എന്ന് കൊടുത്താൽ മതി. ഓഫ് ഇറ്റ് ഇൻറ്റു ഏതോ ഒരു നമ്പർ ഈക്വൽ ടു എന്താണ്? 500 കിലോമീറ്റർ. നേരത്തെ ക്വസ്റ്റ്യനിൽ യൂണിറ്റ് വരും. 9000 റുപ്പീസ് എന്നുണ്ട്. അത് യൂണിറ്റിന് മാർക്കുള്ളതാണ്. അപ്പോൾ അത് മറക്കാതെ യൂണിറ്റ് എഴുതിക്കണം. അപ്പോൾ ഇവിടെ എന്തെന്ന് വരും? ഇവിടെ നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 500 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 40 എന്ന് കിട്ടും. ഇവിടെ നിന്ന് ഒരു 0 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഇവിടെ ഒരു 4 ഉണ്ട്. ഈ 4 നമുക്ക് ഏതെങ്കിലും 2 വെച്ച് വേണമെങ്കിൽ ഇവിടെ രണ്ടും കട്ട് ചെയ്ത് ചെറുതാക്കാൻ പറ്റും. ഇവിടെ 2 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ എന്ത് കിട്ടും? 5 കിട്ടും. ഇവിടെ 2 ഒന്നും കൂടെ കിട്ടും. 2 കൊണ്ട് ഇവിടെ കട്ട് ചെയ്താൽ ഇവിടെ എന്ത് കിട്ടും? 250 എന്ന് കിട്ടും. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് 4നെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണതാണ് കുറെ കൂടെ എളുപ്പം. ഞാൻ 2 രീതിയിലും ചെയ്ത് കാണിച്ചു തരാം. അതിൽ ആദ്യത്തേന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എന്ത് ചെയ്ത് 500/4 ചെയ്യാൻ പോവാണ്. 500 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആദ്യം 1 വരും. 1 വന്നു. ഇനി അടുത്ത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നതാണ് എളുപ്പം. 500 ഡിവൈഡ് ബൈ 4. 4 ഉണ്ട്. എത്ര പ്രാവശ്യം പറ്റും? 1 പ്രാവശ്യം. ബാക്കി റിമൈൻഡർ എത്ര വരും? 10 വരും. 10ൽ എത്ര പ്രാവശ്യം പോകും? 10ൽ നമുക്ക് 2 പ്രാവശ്യം പോകും. 8 ആണ് വരുന്നത്. ബാക്കി റിമൈൻഡർ 2 വരും. അപ്പം 4ൽ ഇത് എത്ര പ്രാവശ്യം പോകും? 20ൽ എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം പോകും. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? അവിടെ നിന്ന് തന്നെ 125 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇൻറ്റു ഒരു 10 കൂടെ ഉണ്ട്. അപ്പം എത്ര കിട്ടും? 1250 എന്ന് കിട്ടും. ഇതാണ് ഒരു മെത്തേഡ്. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ മെത്തേഡ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞത് വെച്ച് എന്തായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് 250 ഇൻറ്റു 5 എന്ന് കിട്ടും. 250 ഇൻറ്റു 5 നമുക്ക് ചെയ്യേണ്ട. 25 ഇൻറ്റു 5 ചെയ്തിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 25 ഇൻറ്റു 5 ചെയ്യുമ്പോൾ അത് ഇൻറ്റു 5 5 ഇൻറ്റു 5 എന്ത് കൊടുക്കാം? 25 2 10 12 125 എന്ന് കിട്ടും. ഇനി ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്തായി? ആൻസർ ആയി. ഇങ്ങനെ 2 മെത്തേഡിൽ ചെയ്താലും നമുക്ക് എന്ത് തന്നെ ആൻസർ ആയിട്ട് കിട്ടും? ടോട്ടൽ
1250 കിലോമീറ്റർ എന്നായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ആൻസർ കിട്ടുന്നത്. ഇനി നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ അതും ചെയ്യാൻ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതേപോലെ തന്നെ സെയിം മോഡൽ തന്നെയാണ്, നമുക്ക് ഇതും പെട്ടെന്ന് ചെയ്തെടുക്കാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. 70% ഓഫ് 14 മിനിറ്റ്. ഇപ്പം എന്താ ചെയ്യാം, 70% ഓഫ് എക്സ് ഈക്വൽ ടു 40 മിനിറ്റ് ആണ്. എക്സ് ഈക്വൽ ടു എത്ര വരും, 14 ഇൻറ്റു 100/7. ഇത് ഒരു 0 പോവും, ഇത് 2 പ്രാവശ്യം പോവും, എത്ര കിട്ടും, 20 എന്നിട്ട് 20 മിനിറ്റിൻ്റെ 70% ആണ് എന്ത്, 40. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കണക്കുകളാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് അടുത്ത് കുറച്ചും കൂടെ വഴിക്കണക്ക് പോലത്തെ, വേർഡ് പ്രോബ്ലംസ് പോലത്തെ കണക്കിലോട്ട് പോവാം. അപ്പോൾ അതിലെന്ന് പറയുമ്പോൾ ആദ്യം ഇവിടെ സർവേ ഓഫ് 40 ചിൽഡ്രൻ. അപ്പോൾ ഒരു 40 ചിൽഡ്രൻ്റെ സർവേ ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര പേരാണ് ഉള്ളത്, ഇവിടെ ഉള്ളതാണ് ടോട്ടലാണ് 40 ചിൽഡ്രൻ, ടോട്ടൽ ഉള്ളതാണ് 40 ചിൽഡ്രൻ. അപ്പം അതിൽ നിന്ന് എന്താണ് 25% പേർക്ക് എന്ത് ഇഷ്ടമാണ്, ഫുട്ബോൾ ഇഷ്ടമാണ്. ഹൗ മെനി ചിൽഡ്രൻ ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ. അപ്പോൾ ഈ 25% എന്ന് പറഞ്ഞാൽ എത്ര പിള്ളേരാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്താൽ ടോട്ടൽ എത്രയെന്ന് അറിയാമെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. എന്ത് ചെയ്താൽ മതി, ടോട്ടൽ ഇൻറ്റു പെർസെൻറ്റേജ് എത്രയാണ്, 25% ഈക്വൽ ടു ആണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. അപ്പോൾ ഈ പെർസെൻറ്റേജിനെ മാറ്റുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, ഈ പെർസെൻറ്റേജിനെ മാറ്റി എങ്ങനെ എഴുതാൻ പറ്റും, 25% പകരം നമുക്ക് എന്ത് കൊടുക്കാം, 25/100 എന്ന് കൊടുക്കാം. 25/100 ഇതിനെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാം. 25 ഇൻറ്റു 4 ആണ് 100. നമുക്കിവിടെ 1ഉം 4ഉം ആയിട്ട് കട്ട് ചെയ്യാം. ഈ 4ഉം ഇവിടെയും കൂടെ കട്ട് ചെയ്ത് എത്ര കിട്ടും, 10 എന്നായിട്ട്. അപ്പം 10 ചിൽഡ്രന് എന്ത് ഇഷ്ടമാണ്, ഫുട്ബോൾ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇനി വേറെ ഏതെങ്കിലും ഗെയിം ഉണ്ടായിരുന്നെങ്കിൽ അതും ഇതേപോലെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. ഇനി ബാക്കി എല്ലാ കുട്ടികൾക്കും വേറെ ഏതെങ്കിലും ഗെയിമാണ് ഇഷ്ടമെന്ന് പറഞ്ഞതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതും ഈ 25%ൻ്റെ ഭാഗത്ത് ബാക്കി വെച്ച് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഈ 40ന്ന് ഈ ഫുട്ബോൾ ഇഷ്ടമുള്ളവരെ മൈനസ് ചെയ്താൽ ബാക്കി സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ആളുടെ ആൻസർ കിട്ടും. നമുക്കിപ്പോൾ തന്നേക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 40 ചിൽഡ്രൻ. ഫുട്ബോൾ ഇഷ്ടമുള്ളവർ എത്ര പേരാണ്, 10 കുട്ടികൾക്കാണ് ഫുട്ബോൾ ഇഷ്ടമുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിലെന്ന് പറഞ്ഞാൽ രാഹുൽ എന്ത് ചെയ്തു, ഒരു സ്വെറ്റർ വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്വെറ്റർ വാങ്ങിച്ചപ്പോൾ അവൻ എത്ര രൂപ സേവ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്, 200 രൂപ സേവ് ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ സ്വെറ്റർ വാങ്ങിച്ചപ്പോൾ അവൻ 200 രൂപയാണ്. അപ്പോൾ ഈ സ്വെറ്ററിൻ്റെ വില എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഈ സ്വെറ്ററിന് ഒരു ഒറിജിനൽ ടാഗ് ഇവിടെ ഉണ്ട്, ഒരു ടാഗിൽ ഒരു വിലയുണ്ട്. ആ വില ഇപ്പോൾ എക്സ് ആണെന്ന് വെച്ചോ, ആ വില എക്സ് ആണ്. അപ്പോൾ കടക്കാരൻ എന്ത് ചെയ്തു, ആ എക്സിൽ നിന്ന്, ഇതാണ് അതിൻ്റെ ഒറിജിനൽ വില, അതിൽ നിന്ന് അവൻ എന്ത് ചെയ്ത് കൊടുത്തു, 200 രൂപ കുറച്ച് കൊടുത്തു. അപ്പം കിട്ടുന്നതാണ് എന്താ, അവന് 200 രൂപ കുറച്ച് കൊടുത്തപ്പോൾ അവൻ എത്ര ശതമാനം കിട്ടി, അതിൻ്റെ ഒറിജിനൽ പ്രൈസിൻ്റെ 25% ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ എക്സ് വില, ഒറിജിനൽ വിലയിൽ നിന്ന് അവന് 200 രൂപ കുറച്ച് കൊടുത്തപ്പോൾ അവന് ഡിസ്കൗണ്ട് എത്ര, എന്നിട്ട് എന്താ പറഞ്ഞത്, 25% ഡിസ്കൗണ്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത് ഷർട്ടിന്. ഒറിജിനൽ വിലയിൽ നിന്ന് 200 രൂപ കുറച്ച് കൊടുത്തപ്പോൾ കടക്കാരൻ എന്താ പറഞ്ഞത്, 25% ഡിസ്കൗണ്ട് കൊടുത്തു. അതിൻ്റെ ഒറിജിനൽ വിലയിൽ 25% ഡിസ്കൗണ്ട് കൊടുത്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവും, 200 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ്, 200 എന്ന് പറയുന്ന വിലയെന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ്, 25% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണെന്ന് മനസ്സിലാവും. അതായത് കടക്കാരൻ ഒറിജിനൽ വിലയിൽ നിന്ന് 200 രൂപ കുറച്ച് കൊടുത്തിട്ട് എന്താ പറഞ്ഞത്, 25% ഡിസ്കൗണ്ട് കൊടുത്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഡിസ്കൗണ്ട് കൊടുത്തതിനർത്ഥം അതിൻ്റെ ഒറിജിനൽ വിലയിൻ്റെ 25% അയാൾ വേണ്ടെന്ന് വെച്ചു. ബാക്കി അപ്പോൾ അയാൾക്ക് എത്ര രൂപയാണ് കിട്ടിയത്, ആ ഒറിജിനൽ വിലയിൻ്റെ 75% അയാൾക്ക് ആ ഷർട്ടിൽ നിന്ന് കിട്ടിയത്. അപ്പം എക്സ് മൈനസ് 200 എന്ന് പറഞ്ഞാൽ എത്ര, 75% ഓഫ് എക്സ് ആയിരിക്കും, അതായത് ഒറിജിനൽ പ്രൈസ് ആയിരിക്കും. 25% ഓഫ് എക്സ് ആയിരിക്കും. അതൊന്നും നമുക്കിവിടെ വേണ്ട, എക്സ് ആയിരിക്കും, ഇതൊന്നും വേണ്ട. നമ്മുടെ അടുത്ത് ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറഞ്ഞാൽ മതി, ഈ 200 എന്ന് പറയുന്നത് എന്തായിരിക്കും, കോസ്റ്റ് പ്രൈസിൻ്റെ 25%. അപ്പോൾ ഇതിനെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഇത് 2 രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇതുവരെ പഠിച്ച മെത്തേഡാണ്. 200 ഈക്വൽ ടു 25/100, ഈ പെർസെൻറ്റേജ് മാറ്റുമ്പോൾ by100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് എത്ര ആയിട്ടാണ് എടുത്തത്, എക്സ് ആയിട്ടാണ് എടുത്തത്. എക്സ് കൊടുത്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും, 200 ഇതപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു 100/25 എന്ന് വരും.
ഞാനിവിടെ കുറച്ച് ഇവിടെ ആൻസർ 200 ഇൻറ്റു 100 ഇനി അടുത്ത് നമുക്ക് അതിനെന്ത് ചെയ്യാം, 25നെ നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ 4 പ്രാവശ്യം പോകും. നമുക്ക് എന്തെന്ന് കിട്ടും, എക്സ് ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും, 800 എന്ന് കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 800 എന്ന് കിട്ടും. ഇതാണ് ഒരു മെത്തേഡ്. ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ ഇതുവരെ ചെയ്തത് തന്നെയാണ് ചെയ്തത്. ഇവിടെ അയാൾ ഒരു ഷർട്ട് വാങ്ങിച്ചു, അതിന്റെ ഒറിജിനൽ വില എക്സ് ആണെങ്കിൽ അയാൾ കടക്കാരൻ എന്ത് കൊടുത്തു, 25% ഇതിന്റെ ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പൊ അയാൾക്ക് 200 രൂപ സേവ് ആയി. 200 രൂപ സേവ് ആവണമെങ്കിൽ ആ 25% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 200 രൂപയായിരിക്കും. 25% ഈക്വൽ ടു 25% ഇൻറ്റു എക്സ്, ടോട്ടൽ വിലയിൽ 25% അല്ലേ, 25% ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 200 ആയിരിക്കും. അവിടെ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു, എക്സ് ആണ് ആ സ്വെറ്ററിന്റെ ഒറിജിനൽ വില. ഇതാണ് ഒരു മെത്തേഡ്. നമുക്ക് ഇത് ഇങ്ങനെയൊന്നും അല്ലാതെ വേറൊരു മെത്തേഡും കൂടെ പഠിക്കാം. ഇത് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ടൈം കുറച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ഇതിന് സ്റ്റെപ്പ് അധികം വരത്തില്ല. ഇവിടെ എന്തെന്ന് കിട്ടും, 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 200 ആണെന്ന് നമുക്ക് മനസ്സിലായി. 25% എന്ന് പറഞ്ഞാൽ 200 രൂപയാണ്. അപ്പൊ ഇയാളാണെങ്കിൽ ഇവിടെ 100% ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നതെന്ന് വെച്ചോ. അതായത് ഈ ഷർട്ട് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ആ വാങ്ങിച്ച ആളിന് എത്ര രൂപ സേവ് ചെയ്യാം, ഇതിന്റെ എക്സ് രൂപയായിരിക്കും അയാൾ സേവ് ചെയ്യുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഷർട്ടിന്റെ വിലയായിരിക്കും അയാൾക്ക് സേവ് ആവുന്നത്. അതായത് 25% രൂപ കുറച്ച് കൊടുത്തപ്പോൾ അയാൾക്ക് എത്ര രൂപ സേവ് ആയി, 200 രൂപ സേവ് ആയെങ്കിൽ 100% കുറച്ച് കൊടുക്കുമ്പോൾ അയാൾക്ക് എത്ര രൂപയായിരിക്കും സേവ് ആവുന്നത്, ആ ഷർട്ടിന്റെ അല്ലെങ്കിൽ സ്വെറ്ററിന്റെ ഒറിജിനൽ വിലയായിരിക്കും സേവ് ആവുന്നത്. അപ്പൊ ഇവിടെ ഈ എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഈ 25 100 ആവാൻ വേണ്ടി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, 25 ഇൻറ്റു 4 ആണ് 100. അപ്പൊ എക്സ് എത്രയായിരിക്കും, 200 ഇൻറ്റു 4 ആയിരിക്കും. എക്സ് ഈസ് ഈക്വൽ ടു 800 എന്ന് അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ റുപ്പീസ് 800 ആണ്, റുപ്പീസ് 800 എന്ന് കിട്ടും. സിമ്പിൾ ആണ്. ഇത് നമുക്ക് സ്റ്റെപ്പ് ഒന്നും ഇല്ല. അതായത് ഇവിടെ 25 200 ആണെങ്കിൽ 100 എത്രയാവും എന്ന് കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ അറിയാം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാത്തിനും 100ൽ കൺസിഡർ ചെയ്യണമെന്നാണ് പെർസെൻറ്റേജ്. 25% കുറച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ 200 രൂപയാണ് അയാൾ കുറച്ച് കൊടുത്തത്. അപ്പൊ 100% കുറച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അയാൾ എത്ര രൂപയായിരിക്കും കുറച്ച് കൊടുത്തത്, അതിന്റെ ഒറിജിനൽ പ്രൈസ് ആയിരിക്കും കുറച്ച് കൊടുത്തത്. അപ്പൊ 25 100 എന്ത് കണ്ടു, 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ 200 അതിന്റെ ഒറിജിനൽ വിലയാവാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഇനി നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാം. പക്ഷെ ഇതൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് എഴുതിയാൽ മാർക്ക് കിട്ടത്തില്ല. കാരണം ഇവിടെ സ്റ്റെപ്പ് ഇല്ല. നമ്മളവിടെ മിക്കവാറും എല്ലാ സ്കൂളിലും സ്റ്റെപ്പൊക്കെ നോക്കിയിട്ടായിരിക്കും ആൻസറിന് മാർക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം പറഞ്ഞ മെത്തേഡ് തന്നെ ചെയ്യുക. എന്നിട്ട് ശരിയാണോ നോക്കാൻ വേണ്ടി മാത്രം ഇങ്ങനത്തെ മെത്തേഡൊക്കെ ഉപയോഗിക്കുക. ഇതെല്ലാം നമുക്കിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണ്. ഇതിനാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ നോക്കിക്കൊണ്ട് തന്നെ ആൻസർ പറയാൻ പറ്റുന്ന രീതിയിലുള്ള മെത്തേഡാണ് ഇതൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്താ പറയുന്നത്, ഔട്ട് ഓഫ് 1500, അപ്പൊ ടോട്ടൽ എത്ര പേരുണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും പറഞ്ഞിട്ടുണ്ട് 5000 വോട്ടേഴ്സ് ആണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ 15,000 വോട്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിലെന്ത് പേര്, 60% പേര് വോട്ട് ചെയ്തവര് 60% പേരാണ്. 60% വോട്ട് ചെയ്തു. ഹൗ മെനി ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് വോട്ടർ ഹു ഡിഡ് നോട്ട് വോട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം വോട്ട് ചെയ്യാത്തവരെ, നോട്ട് വോട്ട്, വോട്ട് ചെയ്യാത്തവരാരൊക്കെ എത്ര ശതമാനം ഉണ്ടെന്ന് അറിയാം. നമുക്ക് അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്കറിയാം ടോട്ടൽ എത്ര ശതമാനമാണ്, 100%. ഈ 100% ആരൊക്കെ വരും, വോട്ട് ചെയ്തവരും വരും, വോട്ട് ചെയ്യാത്തവരും വരും. വോട്ട് ചെയ്തവര് 60 ആണെങ്കിൽ ബാക്കി 60% ആണെങ്കിൽ വോട്ട് ചെയ്യാത്തവർ എത്രയായിരിക്കും, 100 മൈനസ് 60 എത്രയായിരിക്കും, 40% ആയിരിക്കും വോട്ട് ചെയ്യാത്തവർ. ഹൗ മെനി ഡിഡ് നോട്ട് വോട്ട്, വോട്ട് ചെയ്യാത്തവർ എത്ര പേരുണ്ടെന്നാണ് കണ്ടുപിടിക്കാൻ. വോട്ട് ചെയ്യാത്തവർ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ടോട്ടൽ നമുക്കറിയാം 1500. അതിൽ വോട്ട് ചെയ്തവർ എത്ര പേരാണ്, 60. അപ്പൊ അതിന്റെ ബാക്കി എത്ര, 40. അപ്പൊ വോട്ട് ചെയ്യാത്തവര് 40% ആണ്. പെർസെൻറ്റേജിന്റെ മാറ്റം നമുക്ക് എന്ത് കിട്ടും, ബൈ 100 എന്ന് കിട്ടും. അപ്പൊ നോൺ വോട്ടേഴ്സ് വോട്ടിന്റെ നമ്പർ എത്രയായിരിക്കും, 15,000 ഇൻറ്റു 40/100 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഒരു 0 കട്ടായിപ്പോൾ 2 0 കട്ടായിപ്പോയി. ബാക്കി എന്തുണ്ട്, 15,000 ഇൻറ്റു 4. ഇത് ചെയ്യാനായിട്ട് ആദ്യം 15 ഇൻറ്റു 2 എത്രയാണെന്ന് നോക്കാം. നമുക്ക് അതിപ്പോൾ ചെയ്യാതെ തന്നെ ആൻസർ കിട്ടും, 30 എന്ന് കിട്ടും. അപ്പോൾ 15 ഇൻറ്റു 4 എന്തായിരിക്കും, 60 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും,
60 ചെയ്തിട്ട് ഈ 2 സീറോയും കൂടി ഇട്ട് കൊടുത്താൽ 60,000 വോട്ടേഴ്സാണ് എന്ത് ചെയ്യാത്തത്, വോട്ട് ചെയ്യാത്തത്. 60,000 വോട്ടേഴ്സ് എന്ത് ചെയ്തിട്ടില്ല, വോട്ട് ചെയ്തിട്ടില്ല. അപ്പം എത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ 40യുടെ സ്ഥാനത്ത് ഇവിടെ 60 ആക്കി കൊടുത്താൽ വോട്ട് ചെയ്തവരെ എണ്ണം കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ടോട്ടൽ 6,000 പേരാണ് എന്ത് ചെയ്തത്, വോട്ട് ചെയ്യാത്തത്. അപ്പോൾ ടോട്ടൽ എത്ര പേരുണ്ട്, 15,000 പേരുണ്ട്. 15,000 നിന്ന് ഈ 6,000 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും, 9,000 ആയിരിക്കും കിട്ടുന്നത്. ഈ 9,000 പേരാണ് എന്ത് ചെയ്തത്, വോട്ട് ചെയ്തവർ. ഈ 6,000 പേരാണ് എന്ത് ചെയ്യാത്തത്, വോട്ട് ചെയ്യാത്തവർ. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു ദിവസം നോക്കാം. അടുത്ത ദിവസത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി എന്ത് ചെയ്തു, 4,000 രൂപ അവളെ സാലറിയിൽ നിന്ന് 4,000 രൂപ സേവ് ചെയ്തു. അപ്പം തന്നെ അവിടെ നമുക്ക് എന്തറിയാം, സാലറി എന്ത് ചെയ്തിട്ടില്ല, സാലറി എത്രയാണെന്ന് നമുക്കറിയത്തില്ല. അവിടെ എന്താ പറയണേ, ഇഫ് ദിസ് ഈസ് 10% ഓഫ് എ സാലറി. അപ്പോൾ ഇവിടെ സാലറി എത്രയാണെന്ന് പറയുന്നില്ല. പക്ഷെ എന്ത് ചെയ്തു, കുറച്ച് പൈസ സാലറിയിൽ നിന്ന് എന്ത് ചെയ്തു, സേവ് ചെയ്തു. ആ പൈസ എത്രയാണ്, ₹4,000 ആണ് ആ കൊച്ചെന്ത് ചെയ്തത്, സേവ് ചെയ്തത്. അപ്പോൾ സേവ് ചെയ്തത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് പറയുന്നുണ്ട്, 10% ഓഫ് സാലറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 10% ഓഫ് സാലറി ആണ് ആ കൊച്ച് സേവ് ചെയ്തതെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ആൻസർ കിട്ടും. സാലറി എന്ത് അറിയത്തില്ല, അപ്പോൾ എന്തെന്നെടുക്കാം, എക്സ് എന്നെടുക്കാം. അപ്പോൾ ഇവിടെ 10%, 10/100 ഇൻറ്റു സാലറി എന്താ, എക്സ് ഈക്വൽ ടു എത്രയാണ്, 4,000. അപ്പോൾ എക്സ് എത്രയെന്ന് കിട്ടും, 4,000 ഇൻറ്റു 100/10 എന്ന് കിട്ടും. ഈ പൂജ്യവും ക്യാൻസലായി പോയാൽ ബാക്കി എത്ര കിട്ടും, 40,000 എന്ന് കിട്ടും. 40,000 എന്ന് കിട്ടും. അപ്പോൾ ₹40,000 ആണ് ആ കൊച്ചിന് എന്ത് കിട്ടുന്നത്, സാലറി ആയിട്ട് കിട്ടുന്നത്. അതിൻ്റെ 10% ആണ് ആ കൊച്ച് സേവ് ചെയ്യുന്നത്, അതാണ് 4,000 രൂപ. നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. നമുക്ക് ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലോക്കൽ ക്രിക്കറ്റ് ടീം എന്ത് ചെയ്തു, 20 മാച്ച് കളിച്ചു. അപ്പോൾ ടോട്ടൽ അവർ കളിച്ച മാച്ചസ് എത്രയാണ്, ടോട്ടൽ മാച്ചസ് പ്ലേഡ് ആണ് എത്ര, 20. ടോട്ടൽ മാച്ചസ് പ്ലേഡ് ആണ് 20. അതിൽ എത്ര ഓൺ ചെയ്തു എത്ര പെർസെൻറ്റേജ് ആണ്, 25% ആണ് അവരെന്ത് ചെയ്തത്, അതിൽ ജയിച്ചത്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഹൗ മെനി മാച്ചസ് ഡിഡ് ദേ വിൻ, അവർ ജയിച്ചത് എത്ര മാച്ചാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇത് നമുക്കറിയാം, ഓണിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, ടോട്ടലും തന്നിട്ടുണ്ട്. എങ്കിൽ എന്ത് ചെയ്താൽ ടോട്ടൽ ഇൻറ്റു പെർസെൻറ്റേജ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അത് എത്ര നമ്പർ ആണെന്ന് കിട്ടും. അത് തന്നെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിൽ ടോട്ടൽ എത്രയാണ്, 20 ഇൻറ്റു പെർസെൻറ്റേജ് എത്രയാണ്, 25. 25% ഈ പെർസെൻറ്റേജ് മാറ്റുമ്പോൾ ബൈ എന്താ, 100 എന്ന് വരും. ഇതിൽ ഈ പൂജ്യം ക്യാൻസലായി പോയാൽ നമുക്ക് എന്ത് കിട്ടും, 2 ഇൻറ്റു 25 അതെത്ര വരും, 50/10 എന്ന് വരും. അത്ര കിട്ടും. പൂജ്യം ക്യാൻസലായി കളഞ്ഞാൽ 5 എന്ന് കിട്ടും. അപ്പോൾ 5 മാച്ചസ് ആണ് ഇവരെന്ത് ചെയ്തത്, ജയിച്ചത്. എത്ര മാച്ചസ് ഉള്ളതിൽ, 20 മാച്ചസ് ഉള്ളതിൽ 5 ജയിച്ചത്. അപ്പോൾ അവിടുത്തെ പെർസെൻറ്റേജ് എത്ര കിട്ടി, 25% എന്ന് കിട്ടി. ഇത്രയാണ് നമ്മൾ ഇതുവരെ പഠിച്ചതിലുള്ളത്. നമ്മൾ ഇതുവരെ പഠിച്ചതെന്താണ്, ഓരോ ഡെസിമലിനെ പെർസെൻറ്റേജ് ആക്കാൻ പഠിച്ചു. ഫ്രാക്ഷനെ നമ്മൾ നോക്കാം, എല്ലാം ഒന്ന് ഇവിടെ എഴുതിയിടാം. നമ്മൾ ഇതുവരെ നോക്കിയതെല്ലാം ഒന്ന് എഴുതിയിടാം. അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളെ പഠിച്ചുള്ളൂ. ഒന്ന് ഡെസിമലിനെ ആദ്യം നമ്മൾ പഠിച്ചത് ഫ്രാക്ഷനാണ്. ആദ്യം പഠിച്ചത് ഒരു ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാനാണ്. ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാൻ എന്ത് ചെയ്തു, ഇൻറ്റു 100 ചെയ്തു. അതേപോലെ അടുത്ത് പഠിച്ചത് ഡെസിമലിനെ എന്താക്കാനാണ്, പെർസെൻറ്റേജ് ആക്കാനാണ്. അപ്പോൾ നമ്മൾ അതിൽ എന്ത് തന്നെ പഠിച്ചു, അതും ഫ്രാക്ഷൻ പോലെ തന്നെയാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിലും എന്ത് തന്നെയാണ് ചെയ്യുന്നത്, ഇൻറ്റു 100 തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇനി അടുത്ത് ഇതിനെ തിരിച്ച് ചെയ്യണത് എങ്ങനെയാണെന്നും പഠിച്ചു. ഇനി നമുക്കാണെങ്കിൽ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു പെർസെൻറ്റേജും ടോട്ടലും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത് നമ്പർ ഓഫ് ഫേവറബിൾ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പഠിച്ചു. അത് ടോട്ടൽ ഇൻറ്റു പെർസെൻറ്റേജ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, നമ്പർ ഓഫ് ഫേവറബിൾ എത്രയാണെന്ന് കിട്ടും.
അതായത് ഈ ക്വസ്റ്റ്യൻ തന്നെ നോക്കിയാൽ മതി. എത്ര കളി ജയിച്ചു എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? ജയിച്ചതിൻ്റെ പെർസെൻറ്റേജും വേണം, ടോട്ടലും വേണം. ഇത് തിരിച്ചും വേണമെങ്കിൽ വേണം. ജയിച്ചതിൻ്റെ പെർസെൻറ്റേജും ജയിച്ച നമ്പറും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ 2 അറിയാമെങ്കിൽ മൂന്നാമത്തത് നമുക്ക് എങ്ങനെ വേണോ കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. അടുത്തതിൽ ബാക്കി കാര്യങ്ങൾ നോക്കുന്നതാണെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം.